ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നേ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇപ്പി തിന്നാനൊരു കൊത്തി. അപ്പം തന്നെ കടയിൽ പോയി ഇപ്പി ഫാമിലി പാക്കും വാങ്ങി നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ച് പാനൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് അത് കുനുകുനാന്ന് തിളക്കുമ്പോൾ നമ്മളതിലേക്ക് ഇപ്പി ഇങ്ങനെ കമത്തുകയാണ് ഗൈസ്. നന്നായി അങ്ങനെ കമത്തുന്ന സമയത്ത് അത് വെന്ത് വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ പിന്നെയും പുറത്ത് പോയി മഴ ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ. മഴ എന്നൊക്കെ വെച്ചാൽ തകർപ്പ് മഴ തന്നെയാണ്. കണ്ണൂരുകാർക്ക് അറിയായിരിക്കും, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് വെന്ത് വന്നാൽ അതിലേക്ക് എന്ത് ചെയ്യുക, മസാല ചേർക്കുക. അതൊക്കെ ഈ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. ആ മസാലയൊക്കെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കുക. ഇളകി വന്ന ഇപ്പിയിലേക്ക് ഈ ഒരു മസാലപ്പൊടി മൂട് മിക്സ്, ഏത് മുട്, ഇപ്പി മുട്, അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ മണങ്ങ് പുറത്തേക്ക് വരും കേട്ടോ. ആ കുഞ്ഞി കൈകൊണ്ട് ഇളക്കുന്നത് എൻ്റെ അനിയനാട്ടാ, എൻ്റെ ചേച്ചീൻ്റെ മോൻ. അതുകൊണ്ട് ഓൻ അതിനെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അത് സേവ് ചെയ്യാൻ പോയി തുന്നിത്തട്ടാ. ടേസ്റ്റ് ചോദിക്കണമല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, അഭിപ്രായം അറിയണ്ടേ. ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നവനോട് ഫോണെല്ലാം മാറ്റി വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്കും ചമ്മലുണ്ട് കേട്ടോ അവന്. അത് കഴിഞ്ഞ് അതുകൊണ്ടൊക്കെ ചെന്ന് ഓൻ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അതിനിടയ്ക്ക് നമ്മൾ ഇപ്പി എന്ന് മത്സരിക്കുമ്പോൾ ഇവൾ മത്സരിച്ചത് ബിരിയാണി തന്നെയായിരുന്നു ഗൈസ്.